ഫസ്റ്റ് കോട്ട് സിമന്റ് ഇട്ടതിന് ശേഷം ആ നെറ്റൊക്കെ വെച്ച് സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, പണ്ടത്തെ ചാടി മോഡലിലെ ഇരുമ്പിന്റെ 3 സ്റ്റെപ്പ് കപ്പണ്ടില്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ദേശീയപാത പൂവഞ്ചിന, രണ്ടത്താണി കഴിഞ്ഞ് പൂവഞ്ചിന മുതൽ പുത്തനത്താണി വരെയുള്ള ഒരു വീഡിയോ കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് ഏറ്റവും പുതിയ വർക്കുകളൊക്കെ നിങ്ങളെ കാണിക്കുന്നത്. പുത്തനത്താണിലൊരു ഓവർപാസ്സാണ്. അതിൻ്റെ മെയിൻസിലൊക്കെ വാർപ്പിടാനും മുകളിൽ ടാറിംഗ് വർക്ക് ഇതുവരെ ആയിട്ടില്ലായിരുന്നു. ഇന്നിപ്പോൾ ഏറ്റവും പുതിയ വർക്കുകൾ എന്താണെന്നുള്ള നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഇവിടെ ഞങ്ങളുടെ അതിർമട കാഴ്ചകളും കണ്ട് പുത്തനത്താണി ഓവർപാസ് വരെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ പൂവഞ്ചിനയിൽ നിന്ന് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു. പൂവഞ്ചിന ഓവർപാസിൻ്റെ ഇവിടം വരെ 6 വരിയുടെ, അതായത് രണ്ടത്താണി മുതൽ പൂവഞ്ചിന ഓവർപാസിൻ്റെ അടിപ്പാത വരെ ഏകദേശം 6 വരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഓവർപാസിൻ്റെ അടിപ്പാതയിൽ നിന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളൊക്കെ നടക്കാനുള്ളത്. അപ്പോൾ നമുക്കിവിടെ ലെഫ്റ്റ് ഭാഗത്ത് കാണാം ഡ്രെയിനേജിലുള്ള ഫൗണ്ടേഷൻ കഴിഞ്ഞ് സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് വർക്കൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ ഫൗണ്ടേഷൻ കഴിഞ്ഞു, ഇപ്പോൾ കമ്പിയൊക്കെ സെറ്റ് ചെയ്ത് തരണില്ല. ഒരു 1/2 മീറ്റർ വീതിയിലുള്ള ചെറിയ കൾവർട്ടുകൾ, ഡ്രെയിനേജിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരെ ഓപ്പോസിറ്റ് ഇതുപോലെ ചാല് കീറി വന്നിട്ടുണ്ട് കേട്ടോ. രണ്ടത്താണി ആ ഭാഗത്ത് നിന്ന് 2 ഭാഗത്ത് ഡ്രെയിനേജിൻ്റെ വർക്കുകൾ കഴിഞ്ഞ് ഏകദേശം ഓവർപാസിൻ്റെ അടിപ്പാതയിലൂടെ പോകാൻ ഇനി കുറഞ്ഞ ഈ 2 ഭാഗത്തെ ഡ്രെയിനേജിൻ്റെ വർക്കുള്ളൂ. അപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ആ കാഴ്ചകളൊക്കെ കാണാം. അപ്പോൾ ഓവർപാസിൻ്റെ അടിപ്പാതയിലും കുറച്ച് താഴ്ച മണ്ണെടുക്കാണ്ട് ഇവിടെയൊക്കെ ഒരു 2 മീറ്റർ താഴ്ചയിൽ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് എത്രത്തോളമാണ് പുതിയ വർക്കുകൾ. ഇവിടെയും 2 സൈഡിൽ കുറഞ്ഞൊരു ഏരിയയിൽ മണ്ണെടുത്ത് താഴ്ചയിൽ വരാനുണ്ട്. ചുമരിൻ്റെ വർക്കുകളൊക്കെ ഈ ലെഫ്റ്റ് ഭാഗത്തുണ്ടല്ലേ, അടി വരെ നെറ്റ് പതിച്ചുള്ള ചുമര് സ്പ്രേ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓപ്പോസിറ്റിൽ മാത്രമാണ് ഇവിടെ ഉണ്ടല്ലേ ചവിടി വന്നിട്ടില്ല, നിങ്ങൾ റോക്കി വെച്ച് കട്ട് ചെയ്തെടുത്ത് ഫിനിഷിങ് ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഓവർപാസിൻ്റെ ആ ഭാഗത്തൊന്ന് തിരിച്ച് കറക്റ്റ് നിങ്ങളെ കാണിക്കാം. 2 സൈഡ് നോക്കി, ആ ഭാഗത്തൊക്കെ സോയിലിൻ്റെ വർക്ക് കഴിഞ്ഞ് ചുമര് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഭാഗത്ത് ഈ സൈഡിലുള്ളത് ഇങ്ങോട്ട് നല്ലൊരു 6 മീറ്റർ ഹൈറ്റുണ്ട് കേട്ടോ. നല്ല ഹൈറ്റിലാണ് ഇവിടുത്തെ ഓവർപാസ് ഓവർപാസിൻ്റെ അടിപ്പാത 6 വരി കടന്നു പോകുന്നത്. നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ ഇവിടെയൊക്കെ പണി കഴിഞ്ഞിട്ട് ഇവിടെ സോയിൽ ചുമര് സ്പ്രേ വർക്ക് തുടങ്ങിയിട്ടുണ്ടല്ലോ. കോൺക്രീറ്റ് പമ്പിങ് മെഷീൻ ഉപയോഗിച്ച് സ്പ്രേ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകതരം ഒരു മെഷീനറികൾ, പലതരം മെഷീനറികളാണുള്ളത്. അതിൽപ്പെട്ടൊരു മെഷീനറീസാണിത്. അപ്പോൾ ചുമര് നെറ്റ് സ്പ്രേ ചെയ്യണേ. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് കോട്ട് സിമന്റ് ഇട്ടതിന് ശേഷം ആ നെറ്റൊക്കെ വെച്ചതിന് ശേഷമുള്ള സ്പ്രേ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നോക്കണേ, 3 പണ്ടത്തെ ചാടി എന്ന് പറയും അല്ലേ, ചാടി മോഡലിലെ ഇരുമ്പിൻ്റെ 3 സ്റ്റെപ്പ് കപ്പണ്ടില്ലേ. അപ്പോൾ അതിലേക്ക് എംസാൻഡും സിമെൻ്റൊക്കെ മിക്സ് ആക്കിയിട്ട് അത് അരിച്ചിട്ട് അത് വീണ്ടും അടിയിൽ കംപ്രസർ ഉപയോഗിച്ചത് അത് മിക്സ് ചെയ്ത് ആ പമ്പിലൂടെ ഇങ്ങനെ കംപ്രസറിന് ചുമരിലേക്ക് സ്പ്രേ ചെയ്ത് പോകുന്ന ഒരു അടിപൊളി കാഴ്ചയാണ് നമ്മളിപ്പോൾ പൂവഞ്ചിന ഓവർപാസ് കടന്നപ്പോൾ ഇവിടെ കണ്ടൊരു കാഴ്ച കേട്ടോ. അടിപൊളിയാണ്, കണ്ടില്ലേ. ഇതിൻ്റെ തുടക്ക സമയത്തൊക്കെ നമ്മൾ വീഡിയോ നിങ്ങളെ കാണിച്ചിരുന്നു ഇതിൻ്റെ വർക്കുകൾ. ഇപ്പോൾ ഇത് കണ്ട് ആളും അടുത്തുകൊണ്ട് തന്നെ ഇതിൻ്റെ വർക്ക് വല്ലാതെ നമ്മൾ കാണിക്കാറില്ല. അപ്പോൾ എന്നാലും രസമുള്ള അവസാന നിമിഷം. ഇനി ഇതിൻ്റെ വർക്കുകളൊന്നും കാര്യമായിട്ട് എവിടെയില്ല. ഓവർപാസിൻ്റെയും അണ്ടർപാസിൻ്റെയും ചുമരുകളൊക്കെ താഴ്ത്തിരുന്ന ഭാഗത്തുകളൊക്കെ ചുമരിൻ്റെ സ്പ്രേ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി കുറഞ്ഞതുപോലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസാനത്തെ കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ നെറ്റ് കംപ്ലീറ്റ് സിമെന്റ് സ്പ്രേ ചെയ്ത് മൂടിപ്പോണേ, അടിപൊളി. ഇവാ നല്ല അടുപ്പിച്ചെടുക്കും. ഓക്കെ അല്ലേ, ഇങ്ങനെ പൊന്തിച്ച് ഇങ്ങനെ മൊത്തത്തിലാണ്. അപ്പോൾ ഓക്കെ, ഇനി അതിർമട. അപ്പോൾ ഇവിടെയൊക്കെ അടിപ്പാതൊക്കെ ലെവലിൽ മണ്ണെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ജിപ്സനും അതിൻ്റെ കമ്പാക്റ്റിങ്ങും പിന്നെ ടാറിംഗ് വർക്കൊക്കെയാണ് പൂവഞ്ചിന ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് അതിർമട ഓവർപാസ് വരെ. അപ്പോൾ വീണ്ടും ഒരു ഓവർപാസ് കേട്ടോ. അപ്പോൾ ഈ റീച്ചിൽ നമ്മുടെ സ്വാഗതമാർന്ന് ഇങ്ങോട്ട് 4-5 ഓവർപാസുകൾ തന്നെ അടുപ്പിച്ചിട്ടുണ്ട്. അതിർമട ഓവർപാസിൻ്റെ അടിപ്പാതയിൽ
എത്രത്തോളമാണ് പുതിയ വർക്ക് ടാറിംഗ് വർക്കുകളൊക്കെ പൂർത്തീകരിച്ചിരിക്കണോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ കാണിക്കാനുള്ളത്. അപ്പോൾ നല്ല വർക്കാട്ടോ. ഇവിടെയും 6 വരിയുടെ ടാറിംഗ് വർക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ അടിപ്പാത വരെ ആയിട്ടുണ്ട് അല്ലേ? അയക്കണ ഇല്ല, ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തിയില്ല. ഇവിടെ കുറഞ്ഞൊരു ഭാഗത്ത് 2 സൈഡിലും ബാരിയറിൻ്റെ കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ടാറിംഗ് വർക്ക് കോൺക്രീറ്റ് വർക്ക് ആയിട്ടില്ല. സൈഡ് വാള് അതിൻ്റെ വർക്ക് പൂർത്തീകരിച്ച് ബാരിയറിനുള്ള കമ്പികളൊക്കെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. പൂവഞ്ചിന ഓവർപാസും അതിർമട ഓവർപാസും ഒന്ന് അതിൻ്റെ മുകൾ ഭാഗവും അത് അങ്ങാടികൾ നിലവിലിഞ്ഞ് വരുന്ന 2 മുകൾ ഭാഗമൊക്കെ ഒന്ന് റൗണ്ട് ചെയ്താണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 3 ലൈനിൻ്റെ പകുതി ഭാഗം ജിപ്സൻ്റെ വർക്ക്, മെറ്റല് എംസാൻഡൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള മെറ്റൽ പേവർ ഉപയോഗിച്ചുള്ള പ്രസ്സിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വണ്ടി റഷ്ടിലാണ്. അപ്പോൾ ഒരു കുറഞ്ഞൊരു ഇട്ട ഏരിയയാണ് കാണുന്നത്. ഇവിടെയൊക്കെ 2 സൈഡിലെ ഡ്രെയിനേജിൻ്റെ വർക്കുകൾ ഓവർപാസിന് അടിപ്പാതെ വരെ ഏകദേശം ആയിട്ടുണ്ട്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നേരെ ലെഫ്റ്റ് ഭാഗത്ത് ഡ്രെയിനേജിനുള്ള വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്ന ആ ഭാഗത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സൈഡ് വാളിനുള്ള കോൺക്രീറ്റ് ഷീറ്റൊക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് അങ്ങനെ ഒരു 1/2 മീറ്റർ വീതിയിൽ അതിൻ്റെ വർക്കുകളൊക്കെ അവിടെ നടക്കുകയാണ്. കണ്ടില്ലേ? അപ്പോൾ ചുമര് സ്പ്രേ വർക്ക് ഏകദേശം ഓവർപാസിന് അടിപ്പാതെ വരെ എത്തിയിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ കൂടെ എങ്ങനെ കടന്ന് പോകാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇവിടെയൊക്കെ മണ്ണ് ഇനി താഴ്ചയിലെടുക്കാണ്ടല്ലോ. അപ്പോൾ ഗൈസ്, നമ്മൾ അതിർമട ഓവർപാസിൻ്റെ അടിപ്പാതയിലെത്തി. ഇവിടെയൊക്കെ കമ്പി ഒരുപാട് കൂട്ടിയിട്ടുണ്ട് കേട്ടോ, ചുമര് സ്പ്രേ വർക്കിന് വേണ്ടി. ഈ ഭാഗത്ത് ഇനി അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. ഇവിടെ 2 സൈഡിലും നല്ല താഴ്ചയിൽ നല്ല ആയിട്ടുണ്ട്. ഏകദേശം ഒരു 5-6 മീറ്റർ ആയിട്ട് ഈ ഏരിയയിലുണ്ട്. ഈ കാണുന്ന ഭാഗത്താണ് കൂടുതൽ മണ്ണെടുത്ത് മാറ്റാനുള്ളത്. പാറക്കല്ലുകളും ചവിടി മണ്ണോട് മിക്സ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ എക്സ്കവേറ്റർ ആ ഭാഗത്തേക്ക് മണ്ണെടുത്ത് ടോറസൽ ലോറിയിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി ആ ഏരിയയിൽ പോകാട്ടോ. അപ്പോൾ നമ്മൾ ഓവർപാസ് കടന്ന് ഈ ഏരിയ എത്തി. ഈ ഏരിയയിൽ നിന്ന് ഓവർപാസിൻ്റെ ആ ഭാഗമൊക്കെയാണ് കാണുന്നത്. നോക്കി, നല്ല താഴ്ചയിൽ ഇനി അവിടുന്ന് മണ്ണെടുത്ത് മാറ്റാണ്ട് കേട്ടോ. ഈ ഓവർപാസിൻ്റെ അടിപ്പാതയിൽ അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്താൽ ഏകദേശം മണ്ണെടുത്ത് മാറ്റി 6 വരിപ്പാത ലെവലായി വന്നിട്ടുണ്ട്. അടിയിൽ ലെവലാക്കാനുണ്ട്. ജിപ്സൺ അതുപോലെ മെറ്റൽ വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെയാണ് ആണുള്ളത്. ചുമര് സ്പ്രേ ഓവർപാസിൻ്റെ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയയിൽ ഇവിടുന്ന് അങ്ങോട്ട് നല്ല രീതിയിൽ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പുത്തനത്താണി ഓവർപാസിൻ്റെ ഏരിയയിലേക്കാണ് നമ്മൾ കാണിക്കാനുള്ളത്. പുത്തനത്താണി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്കുള്ള വർക്ക് അതിർമടാണ് കഴിഞ്ഞാൽ ഒരു വളവും തിരിവും കാട് പിടിച്ച സ്ഥലമൊക്കെ ആയിരുന്നു. തുടക്കത്തിൽ നമ്മൾ വീഡിയോ കാണിച്ചതാണ്. അന്ന് തീരെ വർക്ക് നടക്കാത്തൊരു ഏരിയ ആയിരുന്നു ഇവിടെയൊക്കെ. അതുകൊണ്ടാണ് അവിടുന്ന് പണികളൊന്നും പൂർത്തീകരിച്ച് വൈകി കേട്ടോ. അല്ലെങ്കിൽ ഓവർപാസിൻ്റെ അടിപ്പാത ടാർ വർക്ക് എന്നോ കഴിയേണ്ടതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ചുമര് സ്പ്രേ വർക്കിനുള്ള ചുമര് സ്പ്രേ വർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള നെറ്റ് വെച്ച് വരുന്ന വർക്കുകളാണ്. നെറ്റ് ഉണ്ടല്ലേ, നെറ്റ് വെച്ചതിന് ശേഷം ആണി അടിച്ച് ഇങ്ങനെ കയറ്റുകയാണ് എടാ. KNRSL പണിക്കാർ അതിരാവിലെ നമ്മളിന്ന് വീഡിയോ ചെയ്യണം, അതുകൊണ്ട് തന്നെ വെയിൽ കുറവാണ്. ഇപ്പോൾ KNRSL പണിക്കാരും ഒരു 11 മണി വരെ വർക്ക് കഴിഞ്ഞാൽ പിന്നെ 4 മണി 3 മണിൻ്റെ ശേഷം വീണ്ടും വർക്ക്. കാരണം പൊരി വെയിലായതുകൊണ്ട് സൂര്യാഘാതം ഒക്കെ സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ പണികളൊക്കെ അത് രാത്രിയിലൊക്കെ അതിന് കൂടുതൽ വർക്ക് നടക്കുന്നത്. അവിടെയൊക്കെ ചുമര് സ്പ്രേ കഴിഞ്ഞ ദിവസം നെറ്റ് വെക്കുക കേട്ടോ. നെറ്റ് വെച്ചിട്ട് കമ്പി അടിക്കണില്ല, ചുറ്റ് ആമറായിട്ട് അടിച്ച് ലെവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഇനി പുത്തനത്താണി ഓവർപാസ് വരെ നമുക്കറിയാം നല്ല എന്താ പറയുക ഒരു വളവും തിരിവും കാട് പിടിച്ചിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ ഇപ്പോൾ ലെവൽ ചെയ്ത് ഇവിടുന്ന് ഇടത് ഭാഗത്ത് സൈഡ് വാൾ ബ്ലോക്ക് പതിച്ചുയർത്തി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് റെഡിയായി വന്നിട്ട് കഴിഞ്ഞ വീട്ടിൽ കാണിച്ചതാണ്. ഇനിയിപ്പോൾ എത്ര ഹൈറ്റിൽ ഈ ഓവർപാസിനെ വെച്ച് ഹൈറ്റിൽ വന്ന് പുത്തനത്താണി ഓവർപാസിൻ്റെ അടിപ്പാതയിലേക്ക് ലെവലാക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ച എവിടെയാണ് നോക്കി പറഞ്ഞതുപോലെ തന്നെ ഹൈറ്റൊക്കെ കൂട്ടി ലെവലാക്കി ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മെറ്റലിട്ട് വരുന്ന വർക്കുകളോ ടാറിംഗ് വർക്കുകളോ ഒന്നും ആയിട്ടില്ല. കാഴ്ചയിൽ നിന്ന് നല്ല ഹൈറ്റ് കൂട്ടി നിർമ്മാണ ഓവർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് പുത്തനത്താണി ഓവർപാസ് ഒരു ഹൈറ്റ് കൂട്ടി
വരുന്ന വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്, ബ്ലോക്ക് പതിച്ച്. അപ്പോൾ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. ഇനി ടാറിംഗ് വർക്കിലേക്കാണ്, മെറ്റലിട്ട് വന്നാൽ ടാറിംഗ് വർക്കിലേക്ക് പോകുന്ന ഒരു വർക്കേ ഉള്ളൂ ഇവിടെ നിന്നിട്ട്. നോക്കി ആ ബ്ലോക്ക് ഇങ്ങനെ പതിച്ചു പോയ പെട്രോൾ പമ്പിൻ്റെ മുൻവശം ഇവിടെയൊക്കെ നല്ല താഴ്ന്ന് കിടക്കുന്ന പ്രദേശമായിരുന്നു, നല്ല ഹൈറ്റ് കൂടി ലെവലാക്കിയിട്ടുണ്ട്. കണ്ടില്ല, ഇവിടുന്ന് അടിക്ക് സർവീസ് റോഡൊക്കെ നമ്മൾ നിൽക്കുന്ന ഭാഗത്ത് നല്ല ഹൈറ്റാണ്, സർവീസ് ഉണ്ടാവാൻ ഉണ്ടല്ലേ. ആ അറ്റത്ത് ഓവർപാസിൻ്റെ ആ ഭാഗത്തേക്ക് ഹൈറ്റ് കുറവ്, ഏറ്റക്കുറച്ചിലൊക്കെ ഉള്ള ഒരു ഏരിയയാണ്. സർവീസ് റോഡ് അതിനനുസരിച്ച് പോവും. നമ്മൾ 6 വരിപ്പാത സ്ട്രൈറ്റ് ആയിട്ട് രണ്ടത്താണി ആ ഭാഗത്ത് നിങ്ങോട്ട് പുത്തനത്താണി ഓവർപാസ് വരെ സ്ട്രൈറ്റ് ആയിട്ട് കടന്നു പോകും. ആ രീതിയിലുള്ള തകൃതിയായിട്ടുള്ള വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ഭാഗത്തേക്ക് ഹൈറ്റ് കൂട്ടി നേരെ ഓപ്പോസിറ്റ് നിലവിലുള്ള റോഡിൻ്റെ ഹൈറ്റിക്ക് വന്നിട്ടോ, മണ്ണിട്ട് ലെവലാക്കി റെഡിയാക്കി വന്നിട്ടുണ്ട്. ആദ്യത്തെ റോഡാണ് ഇപ്പോൾ വാഹനങ്ങൾ പോകുന്നത്, താൽക്കാലികമായ സർവീസ് റോഡ്. അപ്പോൾ 6 വരിപ്പാതയുടെ ഇത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഫിനിഷിങ് ടാറിംഗ് വർക്കൊക്കെ അവിടെ നടക്കും. അവിടുത്തെ 2 ഭാഗത്തേക്കും ഈ സൈഡത്തെ പടവ് കഴിഞ്ഞാൽ, ചെറിയ പടവ് കഴിഞ്ഞാൽ ബാരിയർ ഇറക്കി വെക്കാനുള്ള റെഡിമെയ്ഡ് ബാരിയറൊക്കെ ഇവിടെ സെൻറ്ററിൽ ഇറക്കി വെച്ചൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇനി പുത്തനത്താണി ഓവർപാസിൻ്റെ അടുത്തെത്താനായിട്ടുണ്ട്. അവിടുന്ന് പുത്തനത്താണി ഓവർപാസിൻ്റെ വർക്കും വളരെ മന്ദഗതിയിലായിരുന്നു. അപ്പോൾ മനസ്സിലാക്കി വാർപ്പിട്ടിൽ അടിപ്പാത എടുത്തു വരാനുള്ള 2 ഭാഗം താഴ്ചയിൽ മണ്ണെടുത്ത് വരാനുള്ള വർക്കുകളൊക്കെ വേഗത വളരെ കുറവായിരുന്നു. ഇപ്പോൾ എത്രത്തോളം എത്തി എന്നുള്ള നിങ്ങളെ കാണിക്കാനുള്ളത്. മണ്ണ് മാറ്റി ചുമര് വർക്കുകളൊക്കെ കഴിഞ്ഞിക്കണമൊക്കെ നോക്കാം. അപ്പോൾ ഓവർപാസ് എത്തിട്ടോ, ഈ കയറ്റങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പുത്തനത്താണി ഓവർപാസ്. അപ്പോൾ ഗായ്സ്, നമ്മൾ പുത്തനത്താണി ഓവർപാസിൻ്റെ ഇവിടെ എത്തി. ഇവിടെ നോക്കില്ല, ഇത് ആദ്യത്തെ റോഡാണ്. ഇവിടെ ഈ വളവും തിരിവുള്ള സ്ഥലമായതുകൊണ്ട് ഇപ്പോൾ റോഡ് സ്ട്രൈറ്റ് ആയിട്ട് വന്ന് നമുക്ക് അറിയില്ല. വേണ്ട, അതൊക്കെ കട്ട് ചെയ്ത് ആ മെഷീൻ ഉപയോഗിച്ച് കട്ട് ചെയ്തെടുത്ത് മാറ്റിയൊരു ഏരിയയൊക്കെയാണ് കാണുന്നത്. ഇവിടുന്ന് ഓവർപാസിൻ്റെ അടിപ്പാതയിൽ ഏറ്റവും പുതിയ വർക്ക് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഓവർപാസിൻ്റെ കാര്യമായിട്ടൊരു പുതിയ വർക്കില്ലെങ്കിലും 2 ഭാഗത്ത് 6 വരിക്ക് താഴ്ചയിൽ മണ്ണെടുത്ത് വരുന്ന വർക്കുകളും, ആ താഴ്ചയിൽ എടുത്ത ഭാഗത്ത് ചുമര് സ്പ്രേ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 2 മീറ്റർ 1.5 മീറ്റർ 2 സൈഡിലും. അതുപോലെ ഇനിയും താഴ്ചയിൽ മണ്ണെടുത്ത് വരാൻ ഓവർപാസിൻ്റെ അടിപ്പാത ഒന്ന് സൂമിങ്ങിലൂടെയാണ് നിങ്ങളെ കാണിക്കുന്നത്. കണ്ടില്ല? അപ്പോൾ ഇനിയും നല്ല വർക്കുകൾ നടക്കാനുണ്ട്. ഞാൻ ഓവർപാസിന് മുകളിൽ നിന്ന് ഇങ്ങോട്ടൊന്ന് കാണിച്ചു തരാം. ഓവർപാസിന് മുകളിൽ ടാറിംഗ് വർക്ക് ആയിട്ടുണ്ടോ എന്ന് നോക്കുക. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മെയിൻസിലെ വാർപ്പിട്ട് ഇത് മാത്രമാണ് കാണിച്ചിരുന്നത്. ഇന്നിപ്പോൾ ടാറിംഗ് വർക്ക് കഴിഞ്ഞിക്കണോ നോക്കാം നമ്മൾ. അപ്പോൾ ഈ സർവീസ് ഇവിടെയൊക്കെ ഡ്രെയിനേജിൻ്റെ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ. ഡ്രെയിനേജ് റെഡിമെയ്ഡ് അല്ല, അവിടെ തന്നെ വെച്ച് വാള് കെട്ടി മെയിൻസിലെ വാർപ്പിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ പുത്തനത്താണി ഓവർപാസിൻ്റെ മുകളിലെത്തി. ഇവിടെ മെയിൻസിലെ വാർപ്പിട്ടതിന് ശേഷം ടാറിംഗ് വർക്ക് ആയിട്ടില്ല. ഞാൻ ഓവർപാസിന് മുകളിൽ നിന്നും അതിർമട ആ ഭാഗത്തേക്കുള്ളൊരു കാഴ്ച. അവിടെയൊക്കെ ചുമര് സ്പ്രേ വർക്കിനും വേണ്ടി എംസാൻ്റൊക്കെ അരിച്ച് അരിക്കണില്ലേ. ഇവിടുത്തെ മെഷീനാണ്, മറ്റേ കപ്പ് മേലുള്ള ആ മെഷീനാണ്. വേഗം കച്ചറകളുണ്ട്. അപ്പോൾ അരിപ്പ് വെച്ച് മെറ്റൽ എംസാൻ്റ് അരിച്ചതിൻ്റെ ശേഷമാണ് ഇവിടെ അതിൻ്റെ ചുമര് വർക്ക് നടക്കുന്നത് കേട്ടോ. പുത്തനത്താണി ഓവർപാസിൻ്റെ മെയിൻസിലാവ് നല്ല വീതിയുള്ളൊരു ഓവർപാസ് തന്നെയാണ് പുത്തനത്താണിയിലും. ഇവിടുന്ന് പുത്തനത്താണി അങ്ങാടിയൊക്കെ ഒന്ന് കാണിച്ചു തരാം. രണ്ടിൽ അവിടെ നിന്ന് അങ്ങനെ പുത്തനത്താണി അങ്ങാടിയാണിതുള്ളത്. നമുക്കറിയാം, ദേശീയപാത പുതിയ റോഡ് വന്നപ്പോൾ പുത്തനത്താണിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെയാണ് റോഡ് വന്നത്, ഈ ഓവർപാസ്. അപ്പോൾ ചെറിയൊരു ബൈപ്പാസ്. അതുകൊണ്ട് തന്നെ പുത്തനത്താണി അങ്ങാടി ഇവിടെ നിലനിൽക്കും. കാര്യമായിട്ടൊന്നും പുത്തനത്താണി ടൗണ് കേട് പറ്റിയില്ല. അങ്ങനെ ഇതുപോലെ തന്നെയാണ് ചുങ്കം ഭാഗത്തൊക്കെ. അപ്പോൾ ഇവിടെ അങ്ങാടി നിലനിർത്തിക്കൊണ്ട് തന്നെ 6 വരിപ്പാത കടന്ന് വന്ന ഒരു ഏരിയയും കൂടിയാണ് പുത്തനത്താണി. അപ്പോൾ ഈ ഓവർപാസിൻ്റെ ഈ ഒരു ഏരിയയിൽ ഇനി വർക്ക് ഇവിടെ നിന്ന് നടക്കാനുണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് ഓവർപാസിൻ്റെ മുൾഭാഗം കാണിച്ച് വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പൂവഞ്ചിനയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് പുത്തനത്താണി ഓവർപാസ് വരെയുള്ള ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു.
വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. കമൻറ്റ് ബോക്സിൽ ഇടുക, ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.